വയനാട് പുത്തുമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം പൂർണ്ണമായില്ല എന്ന് ആരോപിച്ച് പ്രതിഷേധം. 49 കുടുംബങ്ങളാണ് വായ മൂടിക്കെട്ടി മൗന പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. 2019 ഓഗസ്റ്റ് 8 മേപ്പാടി പുത്തുമലയിലുണ്ടായ ഭീമൻ ഉരുൾപൊട്ടലിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവരുടെ ദുരിതമാണ് ഇപ്പോഴും തുടരുന്നത്. വേറൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ അംഗനവാടിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കിടന്നുറങ്ങാൻ വേണ്ടി മനസ്സമാനത്തോടെ കൂടി ഒരു ജീവൻ പൊടിയാതെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 7 വർഷമായി ഒരു റോഡ് വെച്ചിട്ട് കളക്ടർ ഓഫീസിലൊക്കെ മറ്റുള്ള വിഷയങ്ങൾ പെട്ടതായിട്ടുള്ള ഒരു പരിപാടി ഞങ്ങളില്ല. അപ്പൊ ഇത് സൂചനമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മാറി മാറി വരുന്ന ജയരാജ് വിവരങ്ങളുമായി ചേരാണ്. ജയരാജ്, വർഷങ്ങളായുള്ള ഈ വിഷയത്തിലുള്ള ഇവരുടെ ഒരു രോഷമാണ്, പ്രതിഷേധമാണ്. എന്താണ് ഇപ്പോൾ ഇവർ പറയുന്നത്? ഒരു തരത്തിലുള്ള സമാശ്വാസവും ഇവർക്കില്ല എന്നാണോ? രഞ്ജിത്ത്, 2019 ഓഗസ്റ്റ് 8 നാടിനെ നടുക്കിയ ഈ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായത് പുത്തുമലയിൽ. ഈ ഉരുൾപൊട്ടലിൽ തന്നെ ഏതാണ്ട് 110ഓളം കുടുംബങ്ങൾക്കാണ് അവിടെ മറ്റ് സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടത്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൂത്തക്കൊല്ലി, അതായത് മേപ്പാടി പൂത്തക്കൊല്ലി മുക്കിൽപീടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ കമ്പനി അനുവദിച്ച 7.5 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് സർക്കാർ ലൈഫ് പദ്ധതി പ്രകാരം ഇവർക്ക് വീട് വെച്ച് നൽകിയത്. ഈ മുഴുവൻ ആളുകളിൽ 50ഓളം ആളുകൾ അന്ന് 10 ലക്ഷം വാങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിരുന്നു. എന്നാൽ ഇവർ ഈ 49 പേർക്കാണ് ഇവിടെ വീട് വെച്ച് നൽകിയത്. എന്നാൽ ഈ വീടിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിലാണ് അന്ന് അവിടെ അത് തുടങ്ങിയത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വീടും അതുപോലെ തന്നെ മറ്റ് കളിസ്ഥലങ്ങള്, അതുപോലെ തന്നെ അംഗൻവാടി, ആരോഗ്യ കേന്ദ്രം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളൊന്നും ഈ 7.5 ഏക്കർ എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഒരു വീട്, ഈ വീട് ഉണ്ടാക്കി ഏതാണ്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഈ വീടുകളിലെല്ലാം വിള്ളലും ചോർച്ചയും ഉണ്ടായി. എന്നാൽ ഇത് പലതവണ ഇവർ അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. പല രീതിയിൽ 2028 മുതൽ ഇവർ ഇതിനു വേണ്ടി സമരം ചെയ്തിരിക്കുകയാണ്. ഭരണകൂടത്തെ പലതവണ ഇത് അറിയിച്ചു. എന്നിട്ടും ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തു പോയെങ്കിലും ഇപ്പോഴും അവർ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ വർഷം അതിദാരിദ്ര്യ ഇതിന്റെ ബാക്കി സ്ഥലത്ത് താമസിക്കുന്നതിനും അവർക്ക് ഭൂമി കൊടുക്കുന്നതിനും വേണ്ടി സർക്കാർ അവിടെ സന്ദർശിക്കുകയും, എന്നാൽ അവിടെ ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അന്ന് അവർ പറഞ്ഞത് അവിടെ ഈ അതിദാരിദ്ര്യനെ താമസിക്കുന്നതിൽ ഇവർക്ക് തടസ്സമില്ല, പക്ഷെ അവരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അന്നും അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു വർഷം ആയിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് രാവിലെ, അതായത് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ളവർ ആരോട് പ്രതിഷേധം അല്ലെങ്കിൽ ഉയർന്ന പ്രതിഷേധമല്ലാതെ വായ മൂടി കെട്ടപ്പെട്ട തികച്ച പ്രതിഷേധം അവർ നടത്തിയത്. അവരിപ്പോൾ ജയരാജാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.